ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ സംഘർഷം അതീവ രൂക്ഷമായിട്ട് തുടരുകയാണ്. ഇറാൻ തലസ്ഥാനമായ തെക്കൻ തെഹ്റാനിൽ ഇസ്രയേലി ആക്രമണം ഉണ്ടായതിനു ശേഷം ഇതിന് തിരിച്ചടിയായിട്ട് ഇസ്രയേലിന്റെ നേരെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ വർഷവും തുടരുകയാണ്. അയൽ രാജ്യമായ കുവൈറ്റിലേക്കും യുദ്ധത്തിന്റെ ആഘാതം പടർന്നു പന്തലിച്ചു കഴിഞ്ഞു. ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 28 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിൽ വീടുകളും സ്കൂളുകളും തകർന്നുവെന്നും അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറയും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ആക്രമണം രൂക്ഷമാകുന്നതിന് ഇടയിലും ഇറാനുമായിട്ട് ചർച്ച തുടരുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നത്. ആണവായുധം സ്വന്തമാക്കില്ല എന്ന് ഇറാൻ അറിയിച്ചതായിട്ടാണ് ട്രംപിന്റെ പ്രസ്താവന. എന്നാൽ സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ യുദ്ധം തുടരും എന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നതോടെ ഇറാന് മേൽ സമ്മർദ്ദം ശക്തമാവുകയാണ്. ഇസ്രയേലിലെ ആക്രമണത്തിലും 4 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം തുടരുന്നതായിട്ടും ഇസ്രയേൽ പറയുകയാണ്. കുവൈറ്റിലും ഇറാന്റെ ആക്രമണം തുടരുന്നു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ധന ടാങ്കിന് തീപിടിച്ചു. തീ നിയന്ത്രണ വിധേയമെന്നാണ് സിവിൽ ഡിഫൻസ് വ്യക്തമാക്കിയത്. അപകടത്തിൽ ഇതുവരെ ആർക്കും പരിക്കില്ല. ഇറാനെ തളയ്ക്കുവാൻ പുതിയ നീക്കവുമായിട്ട് ആണവ പദ്ധതികൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നതടക്കമുള്ള കടുത്ത നിബന്ധനകളാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ വികസനം നിർത്തുക, ആണവ കേന്ദ്രങ്ങളിൽ അന്താരാഷ്ട്ര പരിശോധന അനുവദിക്കുക, ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുക തുടങ്ങിയ നിർണായക കാര്യങ്ങളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇറാൻ ഈ നിബന്ധനകൾ അംഗീകരിച്ചാൽ നിലവിലെ സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നൽകും എന്നാണ് ട്രംപിന്റെ വാഗ്ദാനം. എന്നാൽ 2018 അമേരിക്ക ഏകപക്ഷീയമായിട്ട് പിന്മാറിയ ആണവ കരാറിനേക്കാൾ കടുപ്പമേറിയ വ്യവസ്ഥകളാണ് ഇപ്പോഴത്തേത് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇസ്രയേലുമായുള്ള ഇറാൻ നേരിട്ടുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരമൊരു കരാർ ഇറാൻ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമെന്നാണ് തെഹ്റാൻ പ്രതികരിച്ചത്. ട്രംപിന്റെ മുൻപത്തെ നിലപാടുകൾ കണക്കിലെടുക്കുമ്പോൾ ഈ പദ്ധതി സമാധാനത്തിനേക്കാൾ ഉപരിയായിട്ട് ഇറാനെ ലോകത്തിന് മുന്നിൽ കുറ്റക്കാരായിട്ട് ചിത്രീകരിക്കാനുള്ള നീക്കമാണ് എന്ന് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ ഈ നീക്കത്തെ തുടർന്ന് ആഗോള എണ്ണ വിപണിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തർക്കം മുറുകിയാൽ ഇന്ധനവില കുതിച്ച് ഉയർന്നേക്കും. സഖ്യകക്ഷികളായ യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാഷ്ട്രങ്ങളും ട്രംപിന്റെ ഈ നീക്കത്തെ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഇറാനും രംഗത്തേക്കെത്തി. സംഘർഷം അവസാനിപ്പിക്കാൻ US മുന്നോട്ട് വെച്ച 15 ഇന പദ്ധതി ചൂണ്ടിക്കാണിച്ചാണ് ഇറാൻ സൈനിക വക്താവ് പ്രതികരിച്ചത്. US ഇറാൻ ചർച്ചകളിൽ ഇടനിൽക്കുന്ന രാജ്യങ്ങൾ ഇറാന് മുന്നിൽ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്റ്റേറ്റ് ടെലിവിഷനിലൂടെയുള്ള പ്രതികരണം എത്തിയത്. US നിർദ്ദേശം വിജയിക്കാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യമാണ് ഇറാൻ സൈനിക വക്താവ് ഉയർത്തുന്നത്. നിലവിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ല. നിങ്ങളുടെ ആഭ്യന്തര സംഘർഷങ്ങൾ സ്വയം ചർച്ച ചെയ്യേണ്ട ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടോ എന്നാണ് ഇബ്രാഹിം ചോദിച്ചത്. പാകിസ്ഥാൻ ഇടനില നിന്നുകൊണ്ടാണ് 15 ഇന പദ്ധതി ഇറാന് സമർപ്പിച്ചിരിക്കുന്നത്. USഉം ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ തയ്യാറാണ് എന്നായിരുന്നു റിപ്പോർട്ട്. ഇറാനുമായിട്ട് US ചർച്ച നടത്തുന്നുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചു. ഈ വാദങ്ങൾ പൂർണ്ണമായിട്ടും തള്ളുകയാണ് വീഡിയോ പ്രസ്താവനയിൽ ഇറാന്റെ പ്രതിരോധ വക്താവ് ചെയ്തിരിക്കുന്നത്. ആദ്യ ദിവസം മുതൽ ഇതുവരെ തങ്ങളുടെ വാക്ക് ഒന്നാണ്, അത് അങ്ങനെ തന്നെ തുടരുമെന്നും ഇറാൻ നിങ്ങളെപ്പോലുള്ള ഒരാളുമായിട്ട് യോജിക്കുന്നില്ല എന്നും പ്രതിരോധ വക്താവ് പ്രതികരിച്ചിരുന്നു. ഇറാന്റെ പ്രതികരണം സംഘർഷത്തിൽ നിർണായകമാകും എന്നാണ് വിലയിരുത്തൽ. ഏകദേശം 5000 മറൈൻ സൈനികരെയും ആയിരക്കണക്കിന് നാവികരെയും പശ്ചിമേഷ്യയിലേക്ക് വിന്യസിപ്പിക്കാൻ US തയ്യാറെടുക്കുന്നതായിട്ടും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത നിബന്ധനകളോടുള്ള സമാധാന പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ മറുവശത്ത് അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാൻ പോരാട്ടം കടുപ്പിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും സമ്പൂർണ്ണ വിജയം വരെ പിന്മാറില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ ഉള്ളത്. മേഖലയിലേക്ക് കൂടുതൽ US കമ്പനികൾ എത്തുന്നതോടെ പശ്ചിമേഷ്യ ഒരു മഹായുദ്ധത്തിന്റെ നിഴലിൽ എത്തുകയാണോ എന്ന് ലോകം ആശങ്കപ്പെടുന്നു.